IAS ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ 6 മാസത്തിൽ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണല്ലോ നിയമമൊക്കെ എങ്ങനെയാണ്? നിയമപ്രകാരം എന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഹിയറിംഗ് പോയിട്ട് ഒരു എന്താണ് കുറ്റപത്രം, എന്താണ് തെറ്റ് എന്ന് അറിയാമോ? എനിക്കറിയില്ല. കാരണം ജയതിലക എന്ന് പറയുന്ന വ്യക്തി, ഞാനെന്ന് പറഞ്ഞ വ്യക്തി, രണ്ടുപേർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരാളെ സസ്പെൻഡ് ചെയ്യുക എങ്ങനെയാണ്? 2 മാഷന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഒരു മാഷിനെ പിടിച്ചപ്പോൾ സസ്പെൻഡ് ചെയ്യുമോ? നമ്മളിതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. സർക്കാരിൽ 2 സർക്കാർ ഉദ്യോഗസ്ഥർ കെട്ടിപ്പിടിച്ച സ്നേഹത്തിൽ മുത്തം വെച്ച് നടക്കണം എന്നൊരു നിയമമൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. ഡോക്ടർ ജയതിലക എൻ്റെ മേലുദ്യോഗസ്ഥനും അല്ലായിരുന്നു ആ സമയത്ത്. സോ അദ്ദേഹത്തെ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാമല്ലോ. അത് പൊതുസ്ഥലത്ത് പറയാൻ പാടില്ല എന്ന് കോൺട്രാക്ട് റൂളിൽ, ഏത് കോൺട്രാക്ട് റൂളിലാണ് പറഞ്ഞിരിക്കുക, അങ്ങനെയും പറഞ്ഞില്ല. അപ്പം നിയമപ്രകാരം എനിക്കറിയില്ല എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്നുള്ളത് പോലും എനിക്കറിയില്ല. അപ്പോൾ അതിപ്പോൾ കാണിച്ച് തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ലെറ്റ് സീ, അത് മനസ്സിലാവേണ്ട ആൾക്കാർ പരിഗണിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കാം. അതിലപ്പുറം നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിൽ ഈ പറഞ്ഞ കൂട്ട് വ്യക്തിയാധിഷ്ഠിതമായിട്ട്, അല്ലാതെ മെറിറ്റിലല്ലാതെ നിങ്ങളെ മുഖം എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങളെനിക്കിഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ ആ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അധികാരം, ഫയലോ വോട്ടെവർ അത് ഉപയോഗിക്കും. ഇതിനെയാണ് അധികാര ദുർവിനിയോഗം എന്ന് പറയുന്നത്, അൺപ്രൊഫഷണലിസം എന്ന് പറയും.